പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രെയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുക. എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ബുധൻ, വ്യാഴം, വെള്ളി ഈ 3 ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ചെലവിടുന്ന ദിവസങ്ങളാണ്. 3 ദിവസം ഉപവാസമാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അനേക പ്രിയപ്പെട്ടവരുടെ ഒരു ലിസ്റ്റ്, പ്രാർത്ഥിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ഞാൻ കടന്നു പോകുന്ന വീടുകൾ കണ്ടുമുട്ടിയവർ, പ്രാർത്ഥന അപേക്ഷിച്ചവർ, ഇന്ന് വേണ്ട സ്വദേശത്തും വിദേശത്തും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെയായി താമസിക്കുന്ന അനേക ആളുകൾ, നമ്മുടെ സ്വദേശങ്ങളിലുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളെയും അവരുടെ വിഷയങ്ങളെയും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരോട് പ്രത്യേകിച്ച് എടുത്തു ചോദിക്കേണ്ടതില്ല. എങ്കിലും അറിഞ്ഞപ്പോൾ അനേക പ്രിയപ്പെട്ടവർ അവരുടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം ശിംശോനെ കുറിച്ചായിരുന്നു. മനോഹ ദമ്പതികൾക്ക് വളരെ കാലങ്ങളായിട്ട് കുട്ടികളില്ലായിരുന്നു. ജീവിതത്തിൽ നിരാശരും ദുഃഖിതരും നൊമ്പരമുള്ളവരുമായി ജീവിതത്തിന്റെ കറുത്ത മേഘങ്ങളിലൂടെ അവർ സഞ്ചരിച്ചവരാണ്. അവരുടെ ഉള്ളിൽ കാർമേഘത്തിന്റെ ഇരുളുകൾ മാത്രമായിരുന്നു. എന്നാൽ ഒരു ദിവസം ദൈവത്തിന്റെ ദൂതൻ ആ ഇരുട്ടിനെ മാറ്റി അവർക്ക് ഒരു കുഞ്ഞു ജനിക്കും എന്ന് പറയുകയും ഇസ്രായേൽ 40 വർഷമായി അനുഭവിക്കുന്ന ഈ വേദനയിൽ നിന്നും അവരെ വീണ്ടെടുക്കുവാൻ ഒരാളെ ദൈവം അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശിംശോനെ അവർക്ക് ലഭിക്കപ്പെട്ടത്. അവിടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ദൈവത്താൽ വെളിയായ ശിംശോൻ നാസ്യവ്രതക്കാരനാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവൻ വേർതിരിക്കപ്പെട്ടവൻ. അതുകൊണ്ട് അമ്മ മദ്യമോ വീഞ്ഞോ മറ്റുള്ളതായിരിക്കുന്ന അശുദ്ധമായതൊന്നും കഴിക്കരുത് എന്ന് ദൈവികമായ ആലോചനയും ലഭിക്കപ്പെട്ടിരുന്നു. ഈ ആലോചനയ്ക്കനുസരിച്ച് ജീവിക്കുകയും അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് തനിക്ക് ലഭിക്കപ്പെട്ട മകനെ ആ രീതിയിൽ വളർത്തണമെന്നുള്ള സത്യമായ പ്രതിജ്ഞയും പ്രാർത്ഥന അനുഭവങ്ങളും പ്രാർത്ഥനയുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ മകൻ അവർക്ക് ലഭിക്കപ്പെട്ടു. ശിംശോൻ എന്ന പേരിട്ടു. ആ ശിംശോൻ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ആ മകന് വിവാഹ പ്രായമായി. മാതാപിതാക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് മക്കൾ പ്രായമാകുമ്പോൾ അവർക്ക് വിവാഹം, ഒരു കുടുംബജീവിതമൊക്കെ ആഗ്രഹിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട കാര്യം മാതാപിതാക്കളെ അറിയിക്കുന്നത്. ഇതിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്നു ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്ന് തൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു, ഞാൻ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. തൻ്റെ മകൻ മാതാപിതാക്കളോട് പറയുകയാണ്, ഞാൻ തിമ്നയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കാണാനിടയായി. ആ പെൺകുട്ടിയെ എനിക്ക് വളരെയധികമായി ഇഷ്ടപ്പെട്ടു. അവളെ വിവാഹം ചെയ്ത് ഒരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് മകൻ അറിയിക്കുകയാണ്. അതുകൊണ്ട് അപ്പനോടും അമ്മയോടും പറയുകയാണ്, നിങ്ങൾ വന്ന് കാണണം, നിങ്ങൾ വന്ന് അവരോട് സംസാരിക്കണം, നിങ്ങൾ വന്ന് തീരുമാനം എടുക്കണം. മകൻ
മാതാപിതാക്കളോട് പറയുന്ന കാര്യമാണ് തുടർന്നുള്ള വാക്യശകലങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് കുടുംബജീവിതത്തിൽ കാണുന്നത്. എവിടെയും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെയും കേൾക്കുവാൻ കഴിയുന്ന അനേക കാര്യങ്ങൾ വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ കാര്യങ്ങളാണ്. ഇവിടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിളിയുള്ളതായിരിക്കുന്ന ഒരു ദൈവദാസന്റെ ജീവിതത്തിൽ ഒന്ന്, തന്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം; രണ്ട്, തന്റെ യൗവന വിവാഹത്തിന്റെ ഒരു കാലഘട്ടം. അവിടെയൊക്കെ ദൈവ സാന്നിധ്യം കൊണ്ട് ധന്യനായിരുന്നു, ദൈവ സാന്നിധ്യം നിറഞ്ഞ അനുഭവമായിരുന്നു. എന്നാൽ തന്റെ ജീവിതത്തിൽ എപ്പോഴാണ് തനിക്കൊരു വീഴ്ച സംഭവിക്കുന്നത്? ദൈവവിളിയുള്ളതായ വ്യക്തികൾക്ക് ഏത് സമയത്തും വീഴ്ചകൾ ഉണ്ടാകാം, പോരാട്ടങ്ങൾ ഉണ്ടാകാം. കാരണം അവരുടെ ലക്ഷ്യത്തിലെത്തുവാൻ അവർ വ്യഗ്രതയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യഗ്രതകളെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള ശക്തികൾ പല വിധത്തിൽ കാറ്റുകളായിട്ട് കടന്നു വരാം, വ്യക്തികളായിട്ട് വരാം, വാക്കുകളായിട്ട് വരാം, പ്രവൃത്തികളായിട്ട് വരാം. ഒന്ന്, നമ്മുടെ മനസ്സിനെ നിരാശപ്പെടുത്തുന്ന, ഇടിച്ചു കളയുന്ന അനുഭവങ്ങൾ. രണ്ട്, സാമ്പത്തികമായ ഞെരുക്കത്തിന്റെ അവസ്ഥകൾ, മാനസികമായി തളർത്തിക്കളയുന്ന അവസ്ഥകൾ, മുൻപോട്ടൊരിക്കലും വിടുകയില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന സാങ്കല്പികമായ ശക്തികൾ. ഇതൊക്കെയും നമ്മുടെ ചുറ്റും ഒരു വലിയ ശക്തിയായിട്ട് നമുക്ക് ചുറ്റും നിൽക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ വിളിയുള്ളവൻ ഒരുവൻ മാത്രമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവൻ, വിളിയുള്ളവൻ, കാഴ്ചയുള്ളവൻ, സമർപ്പിക്കപ്പെട്ടവൻ, ആശീർവദക്കാരൻ. അതെ, ഏത് വിധത്തിലും തകർത്ത് കളയുവാൻ ശക്തനായി അവരൊരുമിച്ച് കടന്നു വരുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ: പ്രാർത്ഥിക്കുക. ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യഹോശാഫാത്ത് തന്റെ അരമനയിൽ സമാധാനത്തോടെ ഇരിക്കുന്ന സമയം അമ്മോന്യരും മോവാബ്യരും മെയ്യൂന്യരും തനിക്കെതിരെ കടന്നു വരുന്നു എന്ന് തന്റെ ഭൃത്യൻ വന്ന് പറയുമ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ടു, യഹോവയിൽ ആശ്രയിച്ച് താല്പര്യപ്പെട്ടു. അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. പ്രതികൂലങ്ങൾ ഏത് വ്യക്തിക്കും ഉണ്ടാകാം. പ്രതിസന്ധികളിൽ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. ഇന്നത്തെ നമ്മുടെ ചിന്തകൾ അത് തന്നെയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ വീഴ്ചകൾ, അത് വരുന്ന വഴികൾ നമുക്കറിയില്ല, നമ്മുടെ ചിന്തയിലില്ല, നമ്മുടെ ബുദ്ധിയിലില്ല, നമ്മുടെ പ്രമാണത്തിലില്ല. പക്ഷേ അവനേതു സമയത്തും നമ്മളെ തകർത്ത് കളയും വിധത്തിൽ ശക്തിയോടുകൂടെ പോരാടി നിൽക്കും. അതുകൊണ്ട് പത്രോസ് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ വീഴുന്നു എങ്കിൽ വീഴാതിരിപ്പാൻ, നിൽക്കുന്നു എങ്കിൽ വീഴാതിരിപ്പാൻ ശ്രമിപ്പേൻ. നിങ്ങൾ നിൽക്കുകയാണ്, പക്ഷെ വീഴാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. അത് നമ്മുടെ ശ്രമമാണ്, നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മുടെ വിവേകമാണ്, നമ്മുടെ അറിവുകളാണ്. കാരണം അല്പം വിവേകത്തോടും ജ്ഞാനത്തോടും കൂടെ വേണം മുൻപോട്ട് കടന്നു പോകാൻ. അത് ദൈവ വിളിയുള്ളവരാകട്ടെ, കുടുംബത്തിൽ കുടുംബനാഥന്മാരാകട്ടെ, നായികമാരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ഇന്ന് അനേക കുഞ്ഞുങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നുകളിൽ വീഴുന്നു, മദ്യത്തിൽ വീഴുന്നു, പല കെണികളിൽ വീഴുന്നു, അപകടത്തിൽ വീഴുന്നു, അനർത്ഥങ്ങൾ വരുന്നു, ചതിയപ്പെടുന്നു. ഇന്ന് അനേക കുഞ്ഞുങ്ങളുടെ വലിയ പ്രതീക്ഷയുള്ള ഭാവി തലമുറകളെ തകർത്ത് കളയും വിധത്തിൽ ശത്രു പോരാടുകയാണ്. ഈ ദിവസങ്ങളിൽ ഉണരണം, പ്രാർത്ഥിക്കണം, എഴുന്നേൽക്കണം, വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള ഭാഗങ്ങൾ ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും അടുത്തും അകലെയുമായി താമസിക്കുന്ന ദേശത്ത് പാർക്കുന്നവരെല്ലാവർക്കും, വിദേശത്തുള്ള അനേകരുണ്ട്, അവരെ ഓർക്കുന്നു. ഗൾഫിലുള്ളവരെയും അതുപോലെ കർത്താവ് യൂറോപ്പിലുള്ളവരെയും അമേരിക്കയിലുള്ളവരെയും, അതേ കുടുംബമായി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ എക്സാം നടക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിവിധമായ ആവശ്യങ്ങളിൽ ഭാരത്തോടെ ഇരിക്കുന്നവരുണ്ട്, അവരെ ബലപ്പെടുത്തണം. രോഗത്തിലും ഭാരത്തിലും ഇരിക്കുന്നവരെ ശക്തീകരിക്കണം. നന്മകളും അനുഗ്രഹങ്ങളും നിറയ്ക്കണം, മഹത്വപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ.